ഹലോ ചേട്ടന്മാരെ, എന്താ ഒഴിഞ്ഞിരിക്കുന്നത്? എന്താ ഈ ആൽമരത്തിന്റെ ചുവട്ടിൽ അങ്ങനെ കാറ്റുകൊണ്ടിരിക്കുന്നതാണ്. ഇതൊരു 10-40 വർഷം പഴക്കമുള്ള ആൽമരമാണ്. ആൽമരം എന്ന് പറഞ്ഞാലും പോരാ, 40 വർഷം പഴക്കം കാണും. പക്ഷെ അതേപോലെ ഒരു ആൽമരം പകുതി ഈ വശത്തും ഉണ്ടായിരുന്നു. ഇതുപോലെ ഒരു കർക്കിടക മാസ സമയത്താണ്, നല്ല കാറ്റും മഴയും വരുന്ന സമയത്ത് ഒരു 10 മണി ആയി കാണും. 10-10:30 ആവും. ആ ടൈമിൽ നേരെ പുഴങ്ങി ചാടുകയാണ്. അങ്ങോട്ട് ആ വശത്തേക്ക് അങ്ങോട്ട് മാറുകയാണ്. അവിടെ ഒരു വീടുണ്ടായിരുന്നു. നല്ല ആ വീടിന്റെ മുകളിൽ കൂടെയാണ് ഇത് പറയുന്നത്. ഞങ്ങളൊരു 8 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 8:30 ആകുമ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. 8-8:30 ആകുമ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അപ്പോഴാണ് പെട്ടെന്നൊരു സൗണ്ട് കേട്ടത്. പെട്ടെന്നൊരു സൗണ്ട് കേട്ട് പറഞ്ഞു. ഞങ്ങൾ നോക്കും, പണ്ട് ആ ലൈൻ കമ്പികളൊക്കെ ഉണ്ടായിരുന്നു. അത് കൂടെയൊക്കെ ആ ലൈനൊക്കെ പൊട്ടി. പിന്നെ എന്താ വെച്ചാൽ അന്ന് സംവിധാനം പറഞ്ഞാൽ ഈ പീസ് പോണൊരു പരിപാടിയാണ്. ഈ കമ്പി മരം പൊട്ടി പോകണമെന്ന് പറഞ്ഞാൽ പീസ് പോണ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ISPക്ക് വിളിച്ച് പറഞ്ഞ്, ഫോൺ ചെയ്ത് വിവരം പറഞ്ഞ്, അങ്ങനെ ആ ലൈനൊക്കെ ഓഫായി. എന്തോ രാത്രി ആയതുകൊണ്ട് ആർക്കും വലിയ അപകടങ്ങളൊന്നും സംഭവിക്കാണ്ട് അങ്ങനെ യാതൊരു വലിയൊരു സംഭവം കണ്ട് അങ്ങനെ. ഒരു 35 വർഷമായില്ലേ ഉണ്ടാവും. അല്ല, പുഴങ്ങിച്ചാടിയിട്ട് ഇപ്പോൾ ഒരു 18 വർഷം അത്രേ ആവുള്ളൂ. പക്ഷെ ആല് വെച്ചിട്ടൊരു 40 വർഷം, 38 വർഷമാവും. പക്ഷേ ഇത് പുഴങ്ങിയിട്ടൊരു 17-18 വർഷം. ഇതേമാതിരി കർക്കിടക മാസം ഇതേ ഞായറാഴ്ച രാത്രി ഒരു 10:30 മണിക്ക് ഇതേ സംഭവം. ഇത് നമ്മുടെ നാട്ടിൽ തൊട്ടടുത്ത് നടക്കുന്ന സംഭവങ്ങളെ നമ്മൾ ഒരിക്കലും ഓർക്കാണ്ട് ഇത് വരില്ലല്ലോ, നമുക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഞങ്ങൾ രാവിലെ ഇങ്ങനെ വന്നിരുന്നപ്പോ ഞങ്ങൾക്ക് പെട്ടെന്നൊരു ഓർമ്മ അങ്ങനെ വന്നു. ഈ ഒരു ദിവസം ഓർമ്മ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ അതൊക്കെ ജോയിന്റ് അത് ഇതായില്ല. 17-18 വർഷമായില്ലേ. 17-18 വർഷമായില്ലേ. പിന്നെ ഇവിടെ ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്ത് അപ്പോൾ ആ ആലുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും ഭാഗം ഇത്രയും ഇതായിട്ടുണ്ടാവും, ഇത്രയും ഹൈറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ ഇങ്ങനെ ഇരുന്നപ്പോൾ കാറ്റ് കൊള്ളാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഓർത്ത് വെച്ചാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഓർമ്മ എല്ലാവർക്കും ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷെ ഞങ്ങൾക്കത് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടി. അപ്പോൾ നമ്മുടെ ഒരു സമൂഹത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ ഓർത്തു വെക്കണം. ഒരു അനുഭവമാണ്. അതായത് ആ സമയത്ത് ഇങ്ങനെ പൊഴങ്ങിച്ചാടാനോ, അയ്യോ ഇപ്പോഴും ഇതിന്റെ ചുവട്ടിൽ വന്നിരിക്കുമ്പോൾ അയ്യോ ഓർമ്മ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം നമ്മുടെ ഓർമ്മയിലുണ്ടായി പറയാം. ഇങ്ങനെ ഒരു ആർക്കും ഒരു അപകടം പറ്റാത്ത ഒരു സംഭവം. അത് രാത്രി മഴയും ഇടിയും മിന്നലോടെയാണ് ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണെങ്കിൽ ഞങ്ങളിവിടെ ഒരുപാട് ചെറുപ്പക്കാർ ഏത് സമയം ഉണ്ടാകും. രാത്രി ഒരു 8-9 മണി വരെ ഉണ്ടാവണമാണ്. അന്ന് മഴ കാരണം എല്ലാവരും നേരത്തെ വീട്ടിൽ പോയതാ. അല്ലെങ്കിൽ 10-11 മണി വരെയൊക്കെ ഇവിടെ ഉണ്ടാവും. പിള്ളേർ ചൂട് കാലം നമ്മളെ മഴക്കാലമായതുകൊണ്ട് അങ്ങനെ ഇതായതാണ്. ഇനി വേറെ ഓക്കെ. ശരി.